ഹായ് ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നൊരു അടിപൊളി ഇൻട്രസ്റ്റിംഗ് വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. അവർ ടോപ്പിക് ഈസ് കോസ്റ്റ് ഓഫ് ലിവിങ് ഇൻ സൗദി അറേബ്യ. സൗദി അറേബ്യയിലേക്ക് ഫാമിലി വിസിറ്റ് വിസ അല്ലെങ്കിൽ ഫാമിലി റെസിഡൻറ്റ് വിസ എടുത്ത് വരാൻ ഉദ്ദേശിക്കുന്ന ഒരുപാട് ഫാമിലീസിൻ്റെ മെയിൻ ഡൗട്ടാണ് ഇവിടുത്തെ കോസ്റ്റ് ഓഫ് ലിവിങ് ഓർ ഇവിടെ എന്തൊക്കെ എക്സ്പെൻസസ് ആണ് അവർ എക്സ്പെക്റ്റ് ചെയ്യേണ്ടത് എന്നുള്ളത്, അത് എത്രത്തോളമായിരിക്കും എന്നുള്ളതും. ഇവിടുത്തെ പ്രധാന സിറ്റികളാണ് ജിദ്ദ, മദീന, റിയാദ്, ജുബൈൽ, ദമാം, കോബാർ. പിന്നെ ഒരു പ്രധാന കാര്യം എന്തെന്ന് വെച്ചാൽ ഇവിടെ സിറ്റി ടു സിറ്റി ചിലവുകൾ ഏറിയും കുറഞ്ഞും ഒക്കെ കാണപ്പെടും. അതെന്താണെന്ന് വെച്ചാൽ മെയിൻ അക്കമഡേഷനാണ്. ഹൗസ് റെൻറ്റ് ചില സിറ്റികളിൽ കുറവായിരിക്കും, ചില സിറ്റികളിൽ കൂടുതലായിരിക്കും. ഞാനിവിടെ ഷെയർ ചെയ്തിരിക്കുന്ന ഡീറ്റെയിൽസ് എൻ്റെ എക്സ്പീരിയൻസിൽ നിന്നും പിന്നെ എൻ്റെ ഫ്രണ്ട്സിനോട് ചോദിച്ച് മനസ്സിലാക്കി ആ ഡീറ്റെയിൽസൊക്കെ കളക്ട് ചെയ്താണ് ഇവിടെ ഒരു അപ്രോക്സിമേറ്റ് കണക്കാണ് ഞാൻ തന്നിട്ടുള്ളത്. പിന്നെ മറ്റൊരു കാര്യം എടുത്തു പറയാനുള്ളത്, കപ്പിൾസ് മാത്രമുള്ള ഫാമിലീസിൻ്റെ ചിലവ് പോലെ ആയിരിക്കില്ല കുട്ടികളടങ്ങുന്ന ഫാമിലീസിന്. അവർക്ക് സ്കൂളിങ്ങും പിന്നെ എക്സ്ട്രാ ബെഡ്റൂമുള്ള അപ്പാർട്ട്മെൻറ്റൊക്കെ അവർ ചൂസ് ചെയ്യുമ്പോൾ അവർക്ക് ചിലവ് കൂടുതലായിരിക്കും. ഇനി നമുക്ക് പ്രധാനമായിട്ട് എന്തൊക്കെ ചിലവുകളാണ് വരുന്നതെന്നുള്ളത് നോക്കാം. ഹൗസ് റെൻറ്റ്, വിസ റിന്യൂവൽ, ഗ്രോസറീസ്, ഗ്യാസ്, വാട്ടർ, ഇൻ്റർനെറ്റ്, ഇലക്ട്രിസിറ്റി, സ്കൂൾ ഫീസ്, മെഡിക്കൽ, ട്രാൻസ്പോർട്ടേഷൻ ആൻഡ് മിസലേനിയസ്. ഇന്നത്തെ വീഡിയോയിൽ മെയിനായിട്ട് ഫാമിലി വിസിറ്റ് വിസയിൽ വരുന്ന ഫാമിലിക്ക് വന്നേക്കാവുന്ന ചിലവുകളെക്കുറിച്ചാണ് പറയുന്നത്. റെസിഡൻറ്റ് വിസയിൽ വരുന്ന ഫാമിലിക്ക് എക്സ്പെൻസസ് ഡിഫറൻ്റ് ആണ്. അത് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ മറ്റൊരു വീഡിയോയിൽ ചെയ്യാം. ഹൗസ് റെൻ്റ് എടുക്കുമ്പോൾ ഇവിടെ ഫർണിഷ്ഡ് അപ്പാർട്ട്മെൻറ്റ്സ്, നോൺ ഫർണിഷ്ഡ് അപ്പാർട്ട്മെൻറ്റ്സ് എന്ന് രണ്ട് വിധത്തിലാണ് റെൻറ്റിന് കൊടുക്കുന്നത്. ഫർണിഷ്ഡ് അപ്പാർട്ട്മെൻറ്റ്സ് ഒരു 2 BHK വീട് നമ്മൾ നോക്കുകയാണെങ്കിൽ 1500 മുതൽ 1700 വരെ പെർ മന്ത് ആവുന്നുണ്ട്. നോൺ ഫർണിഷ്ഡ് അപ്പാർട്ട്മെൻറ്റ്സ് മതിയെങ്കിൽ 1 BHKക്ക് 1000 മുതൽ 1300 റിയാൽ വരെ ആകുന്നുണ്ട്. അപ്പോൾ പെർ ഇയർ കണക്ക് നമ്മൾ എടുക്കുകയാണെങ്കിൽ ഫർണിഷ്ഡ് അപ്പാർട്ട്മെൻറ്റ്സിന് 18,000 മുതൽ 21,600 റിയാൽ വരെ ആകുന്നുണ്ട്. നോൺ ഫർണിഷ്ഡ് 1 BHK അപ്പാർട്ട്മെൻറ്റിന് പെർ ഇയർ 12,000 മുതൽ 15,600 റിയാൽ വരെ ആകുന്നുണ്ട്. അടുത്തതായി വരുന്ന ഒരു പ്രധാന ചിലവാണ് വിസ റിന്യൂവൽ ഫീ. ഇത് നമുക്ക് സ്കിപ്പ് ചെയ്യാൻ പറ്റത്തില്ല. 2 വിധം വിസയാണ് വരുന്നത്. 6 മന്ത് സിംഗിൾ എൻട്രിയും 1 ഇയർ മൾട്ടിപ്പിൾ എൻട്രിയും. 6 മന്ത് സിംഗിൾ എൻട്രി വിസക്കാർക്ക് പെർ മന്ത് ഒരാൾക്ക് 100 റിയാൽ വെച്ച് നമ്മൾ റിന്യൂ ചെയ്യണം. 3 പേർക്കാണ് റിന്യൂ ചെയ്യേണ്ടതെങ്കിൽ മന്ത്ലി 300 റിയാൽ വിസ റിന്യൂവലിനാകും. അങ്ങനെയെങ്കിൽ 6 മാസത്തേക്ക് 1800 റിയാൽ ആകും. ഇനി 1 ഇയർ മൾട്ടിപ്പിൾ എൻട്രി വിസക്കാർക്ക് നോക്കുകയാണെങ്കിൽ അവർക്ക് റിന്യൂ ചെയ്യാനായിട്ട് ഫോർ എക്സാമ്പിൾ ബഹ്റിൻ ബോർഡറിൽ പോയി എക്സിറ്റ് റീ എൻട്രി ചെയ്ത് വരുന്നതിന് പെർ പേഴ്സൺ 175 റിയാൽ മുതൽ 200 റിയാൽ വരെ ആകുന്നുണ്ട്. ഇങ്ങനെ 3 പേർക്ക് ചെയ്യുന്നതിന് 600 റിയാൽ, നമ്മൾ 200 വെച്ച് നോക്കുകയാണെങ്കിൽ 600 റിയാൽ ഒരു തവണ പോയി വരാനാകുന്നുണ്ട്. ഇത് എവരി 3 മന്ത്സ് നമ്മൾ ഈ റിന്യൂവൽ ചെയ്യണം. അങ്ങനെ നോക്കിയാൽ 4 തവണ റിന്യൂവൽ ചെയ്യുന്നതിന് ഒരു വർഷത്തേക്ക് 2400 റിയാൽ, പെർ ഇയർ 2400 റിയാൽ ആവുന്നുണ്ട്. അടുത്തതായിട്ട് നമുക്ക് വരുന്ന ഒരു മേജർ എക്സ്പെൻസാണ് ഗ്രോസറീസ്. ഗ്രോസറി പർച്ചേസിൻ്റെ റേറ്റ് എടുത്ത് നോക്കിയാൽ നമുക്ക് നല്ലൊരു ഡിഫറൻസ് വരും. കാരണം ഫാമിലീസ് ടു ഫാമിലി, പേഴ്സൺ ടു പേഴ്സൺ ഇത് ഡിഫർ ആകും. ഓരോ ഫാമിലിയുടെ ഭക്ഷണ രീതി അനുസരിച്ച് അവർ പർച്ചേസ് ചെയ്യുന്നതിന് ചിലത് എക്സ്പെൻസീവ് ആയിരിക്കും, ചിലത് നോർമലായിരിക്കും. നമ്മുടെ ബഡ്ജറ്റ് എപ്പോഴും താളം തെറ്റുന്നത് ഈ ഗ്രോസറി ഷോപ്പിങ്ങിൻ്റെ ടൈമിലാണ്. നമ്മൾ ഷോപ്പിങ്ങിന് പോയി കഴിഞ്ഞാൽ നമ്മൾ കൊണ്ടുപോകുന്ന ലിസ്റ്റ് ഒന്നായിരിക്കും, അല്ലെങ്കിൽ മനസ്സിൽ ഉദ്ദേശിച്ച ലിസ്റ്റ് ഒന്നായിരിക്കും. പക്ഷേ മേടിച്ച് കൂട്ടുന്ന സാധനങ്ങൾ ചിലപ്പോൾ നമുക്ക് അത്യാവശ്യമില്ലാത്ത സാധനങ്ങളായിരിക്കും. അതനുസരിച്ചാണ് ഈ ബഡ്ജറ്റ് മാറുമ്പോൾ എക്സ്പെൻസ് കയറുന്നതും. അപ്പോൾ ഞാനൊരു ഏകദേശം ഒരു മിഡിലായിട്ട് ഞാനൊരു കാൽക്കുലേഷൻ ഇട്ടിട്ടുണ്ട്. ഇത് നിങ്ങളെ സംബന്ധിച്ച് ഇത് ചിലപ്പം കുറവായിരിക്കാം, ചിലപ്പോൾ ഇത് ഭയങ്കര കൂടുതലായിരിക്കാം. എന്നാലും ഒരു സാധാരണ ഫാമിലിക്ക് ഇവിടെ പിടിച്ചു നിന്ന് പോകാൻ പറ്റുന്ന രീതിയിലാണ് ഞാനൊരു കാൽക്കുലേഷൻ ഇട്ടിട്ടുള്ളത്. ഒരു ചെറിയ ഫാമിലിക്ക് 150 റിയാൽ മുതൽ 200 റിയാൽ വരെ വീക്കലി ചിലവ് വന്നേക്കാം. അങ്ങനെയാണെങ്കിൽ 600 to 800 റിയാൽ ആയിരിക്കും മന്ത്ലി ബഡ്ജറ്റ് വരുന്നത്. അത് 1 ഇയറിലേക്ക് നോക്കുമ്പോൾ 7200 മുതൽ 9600 വരെ നമ്മൾ ഗ്രോസറീസിന് വേണ്ടി മാത്രം മാറ്റി വയ്ക്കേണ്ടതുണ്ട്. ഡ്രിങ്കിങ് വാട്ടർ നമ്മളിവിടെ കുക്കിങ്ങിനും കുടിക്കാനൊക്കെ ആയിട്ട് ആവശ്യത്തിന് പർച്ചേസ് ചെയ്യാറാണ് പതിവ്.
ഇവിടെ 2 വിധത്തിൽ പർച്ചേസ് ചെയ്യാം. ഒന്ന് നമുക്ക് ക്യാനുകൾ ഫില്ല് ചെയ്യാം. എനിക്ക് മന്ത്ലി 18 ക്യാനാണ് ഞാനിവിടെ യൂസ് ചെയ്യുന്നത് കുക്കിങ്ങിനും കുടിക്കാനൊക്കെ ആയിട്ട്. പിന്നെ ചിലർ സീൽഡ് ക്യാൻ ഷോപ്പിൽ നിന്ന് മേടിക്കും. വാട്ടർ ഫില്ല് ചെയ്ത് ഉപയോഗിക്കുന്നത് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് തോന്നിയത് കൊണ്ട് എനിക്ക് മന്ത്ലി 18 ക്യാനിന് 20 റിയാലാണ് വരുന്നത്. അപ്പം ഒരു വർഷത്തേക്ക് നമുക്ക് 240 റിയാൽ മുതൽ 260 റിയാൽ വരെ ചിലവാകും. സീൽഡ് ക്യാൻ വാട്ടറാണ് നിങ്ങൾ വാങ്ങിക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ മന്ത്ലി 15 ക്യാനിന് 120 റിയാൽ വെച്ച് ഒരു വർഷത്തേക്ക് 1440 റിയാൽ ആകും. ഗ്യാസ്, കുക്കിംഗ് ഗ്യാസ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇവിടെ 23 റിയാലാണ് ഒരു സിലിണ്ടർ ഗ്യാസിന്. ചിലർക്ക് 1 മാസം മുതൽ 1.5 മാസം വരെ ഒരു സിലിണ്ടർ മതിയാകും. അങ്ങനെ നോക്കുകയാണെങ്കിൽ മന്ത്ലി ഒരു സിലിണ്ടർ ഗ്യാസിന് 23 റിയാൽ, ഒരു വർഷത്തേക്ക് 276 മുതൽ 300 റിയാൽ, റൗണ്ട് ചെയ്താൽ 300 റിയാൽ വരെയാകും ഗ്യാസിന്. അടുത്തതായിട്ട് നമുക്ക് സ്കിപ്പ് ചെയ്യാൻ കഴിയാത്ത ഒരു ചിലവാണ് ഇൻ്റർനെറ്റ്, വൈഫൈ, മൊബൈൽ റീചാർജ് പോലുള്ളവ. നമുക്ക് നാട്ടിലുള്ള റിലേറ്റീവ്സായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും ഇവിടെ തന്നെ പലരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും പിന്നെ കുട്ടികളുടെ എഡ്യൂക്കേഷനും വർക്കിനൊക്കെ നമുക്ക് നമ്മുടെ ടൈം പാസിനൊക്കെ നമുക്ക് ഇൻ്റർനെറ്റ് ആവശ്യമാണ്. നമ്മൾ വൈഫൈ പാക്കേജ് എടുക്കുകയാണെങ്കിൽ മന്ത്ലി 300 റിയാൽ വെച്ചാകും. അങ്ങനെയെങ്കിൽ ഇയർലി 3600 റിയാൽ വൈഫൈക്ക് പോകും. മന്ത്ലി മൊബൈൽ റീചാർജ് ചെയ്യണമെങ്കിൽ പെർ പേഴ്സൺ 65 റിയാൽ മൊബൈൽ റീചാർജിനാകും. ഇത് ഏറ്റവും കുറഞ്ഞതാണ്. ഇത് പല പാക്കേജും നിങ്ങൾക്ക് യൂസ് ചെയ്യാം. 65 വെച്ച് ഒരു വീട്ടിൽ 2 പേരുടെ മൊബൈൽ റീചാർജ് ചെയ്യണമെങ്കിൽ മന്ത്ലി 130 റിയാലാകും. 130 റിയാൽ വെച്ച് ഒരു വർഷത്തേക്ക് 1560 റിയാൽ മൊബൈൽ റീചാർജിന് വേണ്ടി മാത്രം നമുക്കാകും. അടുത്തതായിട്ട് ചിലവുകളിൽ ഒരു പ്രധാന വില്ലനാണ് ഇലക്ട്രിസിറ്റി. കാരണം ബില്ല് വരുമ്പോൾ നമ്മൾ കണ്ണ് തള്ളിപ്പോവും. അതും പ്രത്യേകിച്ച് സമ്മറിൽ. വിൻ്ററിൽ ആൾ ശാന്തനാണ്. വിൻ്ററിൽ സാധാരണ നമ്മൾ AC ഒന്നും യൂസ് ചെയ്യാത്തത് കൊണ്ട് കുറഞ്ഞ ബില്ലാണ് വരാറുള്ളത്. പക്ഷേ സമ്മറിൽ നമുക്ക് പോലും അറിയില്ല. നമ്മൾ ബില്ല് വരുമ്പോഴേ നമുക്ക് അറിയാൻ പറ്റത്തുള്ളൂ ഈ മാസം എത്രയാണ് നമുക്ക് ബില്ല് വന്നതെന്ന്. ബില്ല് വരുമ്പോൾ ചിലപ്പോൾ നമ്മൾ ബഡ്ജറ്റിനെ തന്നെ താളം തെറ്റിക്കുന്ന, തലകീഴ് മറിക്കുന്ന രീതിയിലായിരിക്കും ചിലപ്പോൾ ബില്ല് വരുന്നത്. നമ്മൾ അത്യാവശ്യം അത് മനസ്സിലാക്കി യൂസ് ചെയ്യുന്ന ആളുകളാണെങ്കിൽ കുഴപ്പമില്ല. പക്ഷേ നമ്മൾ എന്നും ബഡ്ജറ്റിനെ ഓർത്തുകൊണ്ട് കൺട്രോൾഡായിട്ടിരിക്കണമെന്നില്ല. ചില ദിവസങ്ങളിൽ ACയുടെ ഉപയോഗം കൂടാം, ചില അപ്ലയൻസസ് നമ്മൾ കൂടുതലായിട്ട് യൂസ് ചെയ്യാം. അങ്ങനെ വരുമ്പോൾ സമ്മറിൽ ബില്ല് കൂടുതലായിട്ട് വരും. ഇവിടെ സമ്മറിൽ സാധാരണയായിട്ട് 200 മുതൽ 400 റിയാൽ വരെയാണ് കറണ്ട് ബില്ല് വരാറ്. ഇത് ചെറിയൊരു ഫാമിലി, ഒരു ACയും വാഷിംഗ് മെഷീനും ഫ്രിഡ്ജൊക്കെ കുറച്ച് കൺട്രോൾഡായിട്ട് യൂസ് ചെയ്യുന്ന ഒരു ഫാമിലിക്ക് 200 മുതൽ 400 റിയാൽ വരെ വരാം. അപ്പോൾ 6 മന്ത്, ഈ സമ്മർ മുഴുവനുള്ള 6 മന്ത് നമ്മൾ കണക്ക് നോക്കുകയാണെങ്കിൽ 1200 റിയാൽ മുതൽ 2400 വരെ 6 മന്തിന് ഇലക്ട്രിസിറ്റി ബില്ല് വരാം. അടുത്ത് വിൻ്ററിലെ കണക്ക് നോക്കുകയാണെങ്കിൽ 50 റിയാൽ മുതൽ 100 റിയാൽ വരെ ആയിരിക്കും. 100 മാക്സിമം വരുന്നത്. അപ്പോൾ 6 മാസത്തേക്ക് 300 റിയാൽ മുതൽ 600 റിയാൽ വരെ വരത്തുള്ളൂ. അങ്ങനെ ഈ സമ്മറും വിൻ്ററും കൂടെ നമ്മൾ കണക്ക് നോക്കുകയാണെങ്കിൽ 1500 റിയാൽ മുതൽ 3000 റിയാൽ വരെ കറണ്ട് ബില്ലിനാകും. അത് എത്രത്തോളം കുറഞ്ഞു വരുന്നെന്നുള്ളത് നമ്മുടെ കയ്യിലും നമ്മുടെ ഉപയോഗം അനുസരിച്ചിരിക്കും. എഡ്യൂക്കേഷൻ നോക്കുകയാണെങ്കിൽ ഇവിടെ സ്കൂൾ പല വിധത്തിലുണ്ട്. എംബസി സ്കൂളുണ്ട്, ഇൻ്റർനാഷണൽ സ്കൂൾ, പ്രൈവറ്റ് സ്കൂൾസ് ഉണ്ട്. വിസിറ്റ് വിസയിൽ വരുന്ന കുട്ടികൾക്ക് എംബസി സ്കൂളിൽ അഡ്മിഷൻ കിട്ടത്തില്ല. അവർക്ക് അല്ലാതെ സ്കൂളുകളുണ്ട്, വിസിറ്റ് വിസ അലൗഡ് ആയിട്ടുള്ള സ്കൂളുകളുണ്ട്. അവിടെയൊക്കെ ഫീസ് വരുന്നത് ഏറ്റവും കുറഞ്ഞത് 300 മുതൽ 500 റിയാൽ വരെ ഫീസിന് വരുന്നുണ്ട്. പിന്നെ വാൻ ഫീസ് 300 to 400 റിയാൽ വരുന്നുണ്ട്. അപ്പോൾ മൊത്തത്തിൽ ഒരു കുട്ടിക്ക് ഒരു മാസം പഠിക്കാനായിട്ട് ചിലവ് വരുന്നത് 600 റിയാൽ മുതൽ 900 റിയാൽ വരെയാണ്. അങ്ങനെ നോക്കിയാൽ ഒരു വർഷത്തേക്ക് ഒരു കുട്ടിക്ക് 7700 റിയാൽ മുതൽ 10800 റിയാൽ വരെ ആകുന്നുണ്ട്. ഇത് ട്യൂഷൻ ഫീയും വാൻ ഫീയും മാത്രമാണ്. ഇനി എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ്, ലാബ് ഫീ, അങ്ങനെയുള്ള പ്രത്യേകിച്ചുള്ള ഫീസുകളൊക്കെ എക്സ്ട്രാ വരും. ബുക്സിന് അതൊക്കെ തനിയെ വരുന്നുണ്ട്. ഇത് ട്യൂഷൻ ഫീ മാത്രമാണ്. ഈ പറഞ്ഞിരിക്കുന്ന 10,800 നിന്ന് നിങ്ങൾക്ക് ചിലപ്പോൾ ഇത് ഏറ്റവും കൂടിയതാണ്. ഏറ്റവും കുറഞ്ഞത് 7200 റിയാൽ. ചിലപ്പോൾ നിങ്ങൾ അന്വേഷിച്ച് കണ്ടെത്തുകയാണെങ്കിൽ ഇതിനെക്കാട്ടിലും ഫീസ് കുറഞ്ഞ സ്കൂളുകൾ ഒരുപക്ഷെ നിങ്ങൾ കണ്ടെത്താം. അങ്ങനെയാണെങ്കിൽ എന്നാലും ഒരു 6000 ഒരു വർഷത്തേക്കാകും.
അടുത്ത് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യാതെ വരുന്ന ഏത് നേരത്ത് വേണമെങ്കിലും നമുക്ക് ചിലവ് വരാവുന്നതാണ് മെഡിക്കൽ എക്സ്പെൻസ്. അത് തീരെ കുറഞ്ഞ ചിലവും വരാം, ചിലപ്പോൾ കൂടിയതും വരാം. അത് നമുക്ക് പറയാൻ പറ്റത്തില്ല. മെഡിക്കൽ എക്സ്പെൻസ് എത്രയാണെന്നുള്ളൊരു ഫിക്സഡ് പ്രൈസ് നമുക്കൊരിക്കലും പറയാൻ പറ്റില്ല. അതുമാത്രമല്ല, ഇവിടെ സിറ്റിസൺ ആയിട്ടുള്ളവർക്കും റെസിഡൻ്റ് ആയിട്ടിരിക്കുന്നവർക്കും, അതായത് ഇക്കാമ ഹോൾഡ് ചെയ്തിട്ടില്ലേ, അവർക്കൊക്കെ ഇൻഷുറൻസ് ഉണ്ട്. അതുകൊണ്ട് തുച്ഛമായ പൈസ മാത്രമേ അവർക്ക് മെഡിക്കൽ ഇത് വരത്തുള്ളൂ. പക്ഷേങ്കിൽ വിസിറ്റ് വിസയിൽ വന്നിരിക്കുന്നവർക്ക് നമ്മൾ നാട്ടിൽ നിന്ന് എടുത്തിട്ട് വരുന്ന ഇൻഷുറൻസ് ഉണ്ടല്ലോ, അതിവിടെ നമുക്ക് യൂസ് ആകത്തില്ല. നമ്മൾ ഹോസ്പിറ്റലിൽ ഡോക്ടറിനെ കാണാൻ പോകുമ്പോൾ കുട്ടികൾക്കൊരു ചാർജ്, വലിയവർക്കൊരു ചാർജ്. കുട്ടികൾക്ക് 35 ആണെങ്കിൽ വലിയവർക്ക് 80യോളം വരുന്നുണ്ട്. 35 to 80 റിയാൽസ് പെർ പേഴ്സൺ വരുന്നുണ്ട്. അടുത്തതായിട്ട് ചില ടെസ്റ്റുകൾക്ക് നമുക്ക് ബ്ലഡ് ടെസ്റ്റ്, എക്സ്റേ എടുക്കണം, സ്കാനിങ് എടുക്കണമൊക്കെ അങ്ങനെയുണ്ടെങ്കിൽ അതിനൊരു 500 പെർ പേഴ്സൺ വരാൻ ചാൻസ് ഉണ്ട്. ഇപ്പം നിങ്ങളിവിടെ വന്നിട്ട് പ്രഗ്നൻ്റ് ആയിട്ട് ഹോസ്പിറ്റലിൽ പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് ടെസ്റ്റുകൾക്ക് മാത്രം, ബ്ലഡ് ടെസ്റ്റ്, സ്കാനിങ്, ഇതിനൊക്കെ മാത്രം ചിലപ്പോൾ ഒരു തവണ തന്നെ 500 റിയാൽ ആയേക്കാം. അത് നിങ്ങൾ പോകുന്ന ഹോസ്പിറ്റൽ അനുസരിച്ചും അത് വേരി ആകും. ഇങ്ങനെ ഒരു ഏകദേശം കണക്ക് വെച്ച് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇത് ഒരാൾക്ക് ഒറ്റ തവണ, അല്ലെങ്കിൽ അവർക്ക് ഒരു വർഷത്തിൽ എത്ര തവണ, ഒരു 2 തവണ പോയാലും അല്ലെങ്കിൽ ഒറ്റ തവണ പോയാലും ഒരാൾക്ക് വരുന്നത് 780 റിയാലാണ് ഞാൻ കണക്കിട്ട് വെച്ചിട്ടുള്ളത്. അതിൽ 3 പേർക്കാവുമ്പോൾ ഒരു വർഷത്തേക്ക് 2340 റിയാൽ നമ്മൾ ഹോസ്പിറ്റൽ എക്സ്പെൻസ് ആയിട്ട് കണക്കാക്കണം. അടുത്ത നമ്മുടെ അത്യാവശ്യ ചിലവുകളിലൊന്നാണ് ട്രാൻസ്പോർട്ടേഷൻ. ഇവിടെ ടാക്സിക്ക് മിനിമം ചാർജ് 15 റിയാലാണ്. അപ്പോൾ അപ്പ് ആൻഡ് ഡൗൺ നമ്മൾ പോയി വരുന്നതിന് 30 റിയാൽ. പെർ വീക്ക് നമ്മൾ എടുക്കുകയാണെങ്കിൽ 180 റിയാൽ, പെർ മന്ത് 720 റിയാൽ, പെർ ഇയർ 8640 റിയാൽ ടാക്സിക്കാകാൻ ചാൻസ് ഉണ്ട്. ബസ്സാണെങ്കിൽ ഇവിടെ ബസ്സിന് മിനിമം ചാർജ് 7 റിയാൽ, അപ്പ് ആൻഡ് ഡൗൺ 14 റിയാൽ. ഇനി ലോങ് യാത്രകൾക്കാണെങ്കിൽ അതനുസരിച്ച് ചാർജ് മാറും. ഇതൊരു മിനിമം ചാർജാണ് പറഞ്ഞത്. അപ്പോൾ അപ്പ് ആൻഡ് ഡൗൺ 14 റിയാൽ ആകുമ്പോൾ പെർ വീക്ക് നമുക്ക് ഒരു 6 ദിവസം എടുത്താൽ 84 റിയാൽ, പെർ മന്ത് 336 റിയാൽ, പെർ ഇയർ 4032 റിയാൽ. ഇനി സ്വന്തമായിട്ട് കാറുള്ളവരാണ്, പെട്രോൾ നമ്മളാണ് ഫില്ല് ചെയ്യണമെന്നുണ്ടെങ്കിൽ പെർ വീക്ക് 110 റിയാൽ. അങ്ങനെയാണെങ്കിൽ 4 റിയാലിന് 440 റിയാൽ, ഒരു വർഷത്തേക്ക് 5280 റിയാൽ പെട്രോളിന് വരാം. ഇനി കമ്പനി നമുക്ക് കാറിൻ്റെ ഫെസിലിറ്റി പ്രൊവൈഡ് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ ഈ പെട്രോളിൻ്റെ ട്രാൻസ്പോർട്ടേഷൻ്റെ ഒന്നും നമുക്ക് കോസ്റ്റ് വരത്തില്ല. കമ്പനിയിൽ നമുക്ക് കാറും വിത്ത് പെട്രോൾ ആണല്ലോ, അപ്പോൾ നമ്മുടെ ആ ചിലവ്, ട്രാൻസ്പോർട്ടേഷൻ ചിലവ് നമുക്ക് കമ്പനി നോക്കിക്കോളും. അടുത്ത് നമ്മൾ കണക്കാക്കുന്ന ഒരു ചിലവാണ് മിസലേനിയസ്. ഈ മിസലേനിയസിൽ പല ചിലവുകൾ വരാം. അത് ഈ പറഞ്ഞ പോലെ പേഴ്സൺ ടു പേഴ്സൺ മാറാം. ഇപ്പോൾ എനിക്ക് വരുന്ന ചിലവുകളായിരിക്കില്ല നിങ്ങൾക്ക്. അങ്ങനെ ഓരോരുത്തർക്കും അവരുടെ ജോലി അനുസരിച്ചും അവരുടെ ജീവിത രീതി അനുസരിച്ച്, ലൈഫ് സ്റ്റൈൽ അനുസരിച്ചൊക്കെ ഈ മിസലേനിയസ് മാറാം. ഫോർ എക്സാമ്പിൾ, നമ്മൾ വീക്കെൻഡ് ഔട്ടിങ് പോകുമ്പോൾ ഫുഡ് പുറത്തുനിന്നാണ് കഴിക്കുന്നതെങ്കിൽ ഒരു സാധാരണ ഒരു ഫാമിലിക്ക് 70 റിയാൽ ഇടാം. വലിയ എക്സ്പെൻസീവ് ആയിട്ടുള്ള ഫുഡല്ല നമ്മൾ മേടിക്കുന്നത്. നമ്മൾ ഏതെങ്കിലും ഒരു സാധാരണ റെസ്റ്റോറൻറ്റിൽ കയറി ഒരു ഫാമിലിക്ക് കഴിക്കാൻ 70 റിയാൽ. അങ്ങനെ നമ്മൾ 4 ആഴ്ച പോകുമ്പോൾ ഒരു മാസത്തിൽ 4 ദിവസം നമ്മൾ പോവുകയാണെങ്കിൽ 280 റിയാൽ, 280 റിയാൽ. അപ്പോൾ നമുക്കൊരു വർഷത്തേക്ക് 3360 റിയാൽ നമ്മൾ അതിന് വേണ്ടി മാറ്റി വയ്ക്കണം. അടുത്ത് പിന്നെ ഷോപ്പിംഗ് നമ്മൾ അതർ ഷോപ്പിംഗ് നടത്തില്ല. ഗ്രോസറി മാത്രമല്ലാതെ നമ്മൾ അതർ ഷോപ്പിംഗ് എന്തെങ്കിലുമൊക്കെ മേടിക്കും. കുട്ടികളുടെ സ്കൂൾ ആവശ്യങ്ങൾക്കും നമ്മുടെ തന്നെ പേഴ്സണൽ കെയർ, സ്കിൻ കെയറിനൊക്കെ നമ്മൾ എന്തെങ്കിലും ചിലവാക്കുന്നുണ്ടെങ്കിൽ ഒരു മന്ത്ലി നമ്മളൊരു 200 റിയാൽ മാറ്റി വയ്ക്കാം. അപ്പോൾ 12 മാസം, അതായത് ഒരു വർഷത്തേക്ക് നമുക്ക് 2400 റിയാൽ അതർ ഷോപ്പിങ്ങിന് പോകും. അടുത്തതായിട്ട് എൻ്റർടൈൻമെൻറ്റ്. നമ്മൾ ഏതെങ്കിലും അമ്യൂസ്മെൻറ്റ് പാർക്കിലോ മൂവീസ് ഷോയ്ക്ക് പോവുകയാണെങ്കിലോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഷോ ബുക്ക് ചെയ്ത് പോവുകയാണെന്നുണ്ടെങ്കിൽ അതിനെല്ലാത്തിനും കൂടെ നമുക്കൊരു 2000 റിയാൽ മാറ്റാം. ഇത് ഏറ്റവും കുറഞ്ഞ ബഡ്ജറ്റാണ്. നമ്മുടെ സാമ്പത്തികം അനുസരിച്ച് നമുക്ക് കൂടുതലാക്കാം. 3000 to 4000 റിയാൽ വരയ്ക്കും നമുക്ക് അത് ചെയ്യാം. മുസ്ലിം ഫാമിലീസൊക്കെ ആണെങ്കിൽ ഉംറ പോകുന്നതായിരിക്കും അവരുടെ പ്രധാന വിസിറ്റ് വിസയിൽ വരുമ്പോൾ തന്നെ അവരുടെ പ്രധാന ലക്ഷ്യം. അവർക്കൊരിക്കലെങ്കിലും ഉംറ ചെയ്യണമെന്നുള്ള താല്പര്യം കാണും. അങ്ങനെ ഉംറയ്ക്ക് പോകാൻ താല്പര്യമുള്ളവർ ചിലപ്പം സ്വന്തം വണ്ടിയിൽ പോകത്തില്ല, അല്ലെങ്കിൽ സ്വന്തം കാറില്ലാത്തവരാണെങ്കിൽ നമ്മൾ പാക്കേജ് ബുക്ക് ചെയ്താണ് ഇവിടുന്ന് പോകുന്നത്. ഇപ്പോൾ ദമാമിൽ നിന്ന് എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ ദമാം ടു ജദ്ദ, മദീന വിസിറ്റ് ചെയ്ത് വരാനായിട്ട് ഒരു 3 ദിവസം 4 ദിവസം പാക്കേജിനൊക്കെ വരുന്നത് പെർ പേഴ്സൺ 300 റിയാലാണ്. അപ്പം നമ്മൾ ഒരു ഫാമിലി 4 പേര് പോവുകയാണെന്നുണ്ടെങ്കിൽ മേ ബി കുട്ടികൾക്ക് ചാർജ് കുറയാം. ഞാനത് കൺസിഡർ ചെയ്തിട്ടില്ല.
പെർ പേഴ്സൺ 300 റിയാൽ വെച്ച് കാൽക്കുലേറ്റ് ചെയ്താൽ ഒരു ട്രിപ്പ് ഉംറ ട്രിപ്പ് പോയി വരുന്നതിന് 1200 റിയാലാണ് ട്രാൻസ്പോർട്ടേഷനും ആ പാക്കേജിൽ വരുന്നത്. ഈ പാക്കേജിൽ ചിലപ്പോൾ റൂം വരത്തില്ല. റൂം നമ്മൾ പുറത്തുനിന്ന് എടുക്കേണ്ടി വരും. റൂം ചിലപ്പോൾ നമ്മുടെ ഭക്ഷണങ്ങൾ അങ്ങനെ അത് മിനിമൽ പാക്കേജ് ആയിരിക്കും ഈ 300 വരുന്നത്. ഞങ്ങൾ ഒരിക്കൽ പോയപ്പോൾ ഞങ്ങൾക്ക് 200 റിയാലിന്, അത് 2-3 വർഷം മുന്നേ പോയപ്പോൾ 200 റിയാലിന് ഇതൊന്നും ഇല്ലായിരുന്നു, റൂമും ഫുഡൊന്നും ഇല്ലായിരുന്നു. അതൊക്കെ ഞങ്ങൾ എക്സ്ട്രാ നോക്കി. അപ്പം ഈ 3 വർഷത്തിനിടയിൽ റേറ്റ് കൂടിയിട്ടുണ്ടാകാം. 300 നമുക്ക് മിനിമം വയ്ക്കാം. എക്സ്ട്രാ നമ്മൾ റൂമിനും ഫുഡിനൊക്കെ ആയിട്ട് നമുക്ക് 1000 റിയാൽ മിസല്ലീനീസ്, ഉംറ മിസല്ലീനീസിൽ 1000 റിയാലാകും. പിന്നെ മുസ്ലിംസിനായാലും അതർ കാസ്റ്റ് എല്ലാവർക്കും, ഹിന്ദുസിനും ക്രിസ്ത്യൻസിനും മറ്റ് എല്ലാ നാട്ടിൽ നിന്ന് വരുന്നവർക്കും ഫെസ്റ്റിവൽസ് ഉണ്ടാവുമല്ലോ. അവർ ചിലപ്പോൾ അവരുടെ ഫെസ്റ്റിവൽസ് ഇവിടെ വെച്ച് ആഘോഷിക്കാൻ ചാൻസ് ഉണ്ട്. ആ ഇതിൽ നമുക്ക് ഓണത്തിൻ്റെ ഫുഡ് പർച്ചേസ് ചെയ്യാനായാലും അല്ലെങ്കിൽ ക്രിസ്മസ് നമ്മൾ ആഘോഷിക്കുമ്പോൾ ഉള്ള പർച്ചേസിനായാലും നമുക്കൊരു എക്സ്ട്രാ 1000 റിയാൽ അതിനായിട്ട് മാറ്റിവയ്ക്കുക. 1000 ആകണമെന്നില്ല, ചിലപ്പോൾ 500 to 1000 റിയാൽ നമുക്ക് അതിനായിട്ട് മാറ്റാം. അടുത്ത് നമ്മുടെ ഇവിടെ ചിലപ്പോൾ നമ്മുടെ ഫാമിലീസ് കാണും, അല്ലെങ്കിൽ നമുക്ക് വേണ്ടപ്പെട്ട ഫ്രണ്ട്സ്, ഇവിടെ വന്ന് ഫ്രണ്ട്സായിട്ട് കിട്ടിയ ഒരുപാട് ഫാമിലീസ് ഉണ്ട്. അവരുടെയൊക്കെ ഫാമിലി നമ്മൾ വിസിറ്റ് ചെയ്യാനും അവർ നമ്മളെ വീട്ടിൽ വന്നു പോകുമ്പം നമ്മൾ അവരെ പോയി കാണുമ്പോൾ റിട്ടേൺ ഗിഫ്റ്റ്സ്, ബർത്ത്ഡേക്കെല്ലാം നമ്മൾ ചിലപ്പോൾ ഇൻവൈറ്റ് ചെയ്യും. റിട്ടേൺ ഗിഫ്റ്റ്സൊക്കെ നമ്മൾ ചെയ്യുന്ന ആ ഒരു ചിലവിൽ നമുക്കൊരു 1000 റിയാൽ അത് ഈ മിസല്ലീനീസിൽ വരുന്ന ഒരു എക്സ്ട്രാ ചിലവ് 1000 റിയാൽ അത് കൺസിഡർ ചെയ്യണം. ഇനി നമ്മൾ ടോട്ടൽ എക്സ്പെൻസ് എടുത്ത് നോക്കിയാൽ വളരെ മിനിമലായിട്ട് എക്സ്പെൻസ് ചെയ്യുന്ന, ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് എക്സ്പെൻസ് ചെയ്യുന്ന ഒരു ഫാമിലി, ഒരു BHK റെൻ്റ് എടുത്ത് ഒരു കുട്ടിയെ മാത്രം സ്കൂളിൽ അയക്കുന്ന ഒരു ഫാമിലിക്ക് മന്ത്ലി അറൗണ്ട് 4000 റിയാൽ, ഏകദേശം 4000 റിയാലോളം ഇവിടെ ചിലവാകും. അത് ചിലപ്പോൾ കൂടിയും കുറയും. ഈ 200 റിയാൽ കൂടലാം, 200 റിയാൽ കുറയാം. പെർ ഇയർ അവർക്ക് വരുന്നത് 48,000, 48,000 റിയാലായിരിക്കും. അടുത്തതായിട്ട് ഒരു 2 BHK ഒരു ഫർണിഷ്ഡ് ഫ്ലാറ്റ് എടുത്ത് അതിൽ ഒരു കുട്ടിയെ സ്കൂളിൽ അയക്കുന്ന ഫാമിലി ആണെങ്കിൽ, ഞാൻ ഒരു കുട്ടിയുടെ സ്കൂൾ ഫീസ് ഞാനിവിടെ കാൽക്കുലേറ്റ് ചെയ്തിട്ടുള്ളൂ. അങ്ങനെ ഒരു ഫാമിലിക്ക് അത്യാവശ്യം ഗ്രോസറീസൊക്കെ അവർ കുറച്ച് എക്സ്പെൻസീവായിട്ട് വാങ്ങിക്കുന്നവരാണെങ്കിലും, ഒരു മീഡിയം എക്സ്പെൻസീവ് ആയിട്ടുള്ളൊരു ഫാമിലി ആണെങ്കിൽ അവർക്ക് മന്ത്ലി അറൗണ്ട് 5000 റിയാലോളവും പെർ ഇയർ 60,000, 60,000 റിയാലും ഇവിടെ ചിലവാകും. ഒബ്വിയസ്ലി ഈ രണ്ട് ഫാമിലിയുടെയും സാലറി, അതായത് ഇൻകം ഡിഫറൻ്റ് ആയിരിക്കും. കുറഞ്ഞ ഇൻകം വരുന്നവർ അതനുസരിച്ചുള്ള രീതിയിൽ എക്സ്പെൻസ് ആക്കും. അത്യാവശ്യം നല്ല സാലറിയൊക്കെ ഉള്ളൊരു ഫാമിലി ആണെങ്കിൽ അതിൻ്റേതായ രീതിയിൽ അവരുടെ എക്സ്പെൻസസ് കൂടും, അല്ലെങ്കിൽ അവരുടെ ലൈഫ് സ്റ്റൈൽ കുറച്ച് ബെറ്റർ ആയിരിക്കും. ഞാൻ മാക്സിമം ഇൻഫർമേഷൻസ് ഗ്യാദർ ചെയ്തുകൊണ്ട് തന്നെ വളരെ ഡീറ്റെയിൽഡ് ആയിട്ടാണ് ഈ വീഡിയോ ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് ഇച്ചിരി ലെങ്തി ആയിപ്പോയി. ആർക്കെങ്കിലും ബോറടിച്ചിട്ടുണ്ടെങ്കിൽ സോറി. ഒരുപാട് പേർക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആയിരിക്കുമെന്ന് വിചാരിക്കുന്നു. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലീസിനെ ഇത് ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.